ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ മാസമായി മഴയൊക്കെ പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. നല്ല കുളിരും തണുപ്പുമൊക്കെയായി ബൊഗേൻവില്ലകളുടെ പൂക്കാലമായി. നിറയെ പൂക്കളുണ്ടാകുവാനായി വീടിൻ്റെ ഏറ്റവും വെയിൽ കിട്ടുന്ന ഭാഗത്ത് തന്നെ ബൊഗേൻവില്ലകൾ വയ്ക്കണം. കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലമാണ് ബൊഗേൻവില്ലകൾ ഏറ്റവും കൂടുതൽ പൂക്കുവാൻ നല്ലത്. ദിവസവും ഒരു നേരം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അരക്കപ്പോ കൂടി വന്നാൽ ചെറിയൊരു കപ്പോ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മണ്ണിൽ നനവുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നരാടൻ ഒഴിച്ചു കൊടുത്താൽ മതി. തുടർച്ചയായി പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുവാൻ 2 ആഴ്ച കൂടുമ്പോൾ പൂക്കുവാനുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കണം. വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നൈട്രജൻ ചേർന്ന വളങ്ങൾ ചെറുതായി പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഇത് മഴ കഴിഞ്ഞപ്പോൾ ടെറസിൽ ഉണങ്ങിക്കിടന്ന പായലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ്. അവ പൊടിഞ്ഞു കിടക്കുന്നവയാണ്. ഇതൊക്കെ വാരി എടുത്ത് ചാണകത്തിന് പകരമായി ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മുരടിച്ച് നിൽക്കുന്ന ചെടികൾക്കും പിന്നെ ചെടികൾ നട്ടുവയ്ക്കുമ്പോൾ ചാണകത്തിന് പകരമായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. മുരടിച്ച് നിൽക്കുന്ന തൈകൾക്കും ചെറിയ തൈകൾക്കും ഇട്ട് കൊടുത്താൽ അവ പെട്ടെന്ന് മറ്റുള്ളവയുടെ ഒപ്പം വളർന്നു വരും. വേഗത്തിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇപ്രാവശ്യം ഞാൻ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി വീട്ടിലുള്ള അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ടുള്ള വളങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. ഏത്തപ്പഴത്തിൻ്റെ തൊലിയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇവ പൂക്കളുണ്ടാകുവാൻ ചെടികളെ വളരെ സഹായിക്കുന്നുണ്ട്. ഏത്തപ്പഴത്തിൻ്റെ തൊലി പുഴുങ്ങിയതും പച്ചയുമായ തൊലികൾ എല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ചെറുതായി അരിഞ്ഞ് ഒരു മിക്സിയിൽ ഇട്ട് അരച്ചെടുക്കുന്നു. അരച്ചെടുത്ത ഈ മിശ്രിതം ഒരു ബക്കറ്റിലേക്ക് ഇട്ട് വയ്ക്കുക. ഇത് പച്ചമുട്ടയുടെ തോട് കഴുകി ഉണങ്ങി വച്ചിരിക്കുന്നതാണ്. ഇത് കൈകൊണ്ട് പൊടിച്ചിട്ട് മിക്സിയിലേക്കിട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുത്തതും കൂടി പഴത്തൊലി അരച്ചതിലേക്ക് ഇട്ട് വയ്ക്കുക. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു വയ്ക്കുക. ഒരു ദിവസത്തേക്കോളം ഇത് പുളിപ്പിക്കാനായി വയ്ക്കുക. ഒരു ദിവസം കഴിയുമ്പോൾ നന്നായി പുളിച്ചിരിക്കുന്നത് കാണാം. മുകളിൽ നിന്നും ഇതിൻ്റെ തെളി എടുത്ത് 2 ഇരട്ടി വെള്ളവും കൂടി ചേർക്കുക. നന്നായി ഡൈല്യൂട്ട് ചെയ്ത് ഓരോ ചെടികളുടെയും ചുവട്ടിൽ കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.